ഈ കഴിഞ്ഞ മെയ് 4-നാണ് ആനിയെ താമസ സ്ഥലത്ത് വച്ച് സുഹൃത്ത് അബിൻലാൽ കുത്തിക്കൊലപ്പെടുത്തിയത്. പെൺ സുഹൃത്തിനെ കൊന്ന ശേഷം സുഹൃത്ത് തരപ്പെടുത്തി നൽകിയ ടിക്കറ്റുമായി നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അബുദാബി എയർപോർട്ടിൽ വച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. നിലവിൽ അബിൻലാൽ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. നാട് വിടാൻ കൂട്ടുനിന്ന സുഹൃത്തും അറസ്റ്റിലാകാൻ സാധ്യത ഏറെയാണ്. കൊലയ്ക്ക് ശേഷം ഉടൻ ഇന്ത്യയിലെത്തിയാൽ പിന്നെ പിടിക്കില്ല എന്നായിരുന്നു അബിന്റെ പ്രതീക്ഷ. എന്നാൽ ആനിയുടെ സുഹൃത്തുക്കൾ ഇത് മുൻകൂട്ടി കണ്ടതോടെ അബിന്റെ യാത്ര തടഞ്ഞു. ആനിയും അബിൻലാലും വളരെക്കാലം സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയ സൗഹൃദം പ്രണയത്തിലേക്ക് മാറുകയും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് അബുദാബിയിലെ ഹോസ്പിറ്റൽ ഓഫീസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്ന അബിൻലാൽ ആനിയെ സന്ദർശക വിസയിൽ അബുദാബിയിൽ കൊണ്ടുവരുന്നത്. ഇവിടെ ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം. ശേഷം ദുബായിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ആനിക്ക് ജോലി ലഭിച്ചതോടെ ആനി കരാമയിലേക്ക് താമസം മാറുകയായിരുന്നു. പിന്നീട് ഇരുവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ആനി അബിനിൽ നിന്നും അകൽച്ച കാണിക്കുന്നതായും ഇതോടെ ആനിക്ക് ബന്ധമുണ്ടോ എന്ന് അബിന് സംശയമായിരുന്നു. ഇരുവരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആയിരിക്കും പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആനിമോൾക്ക് 26 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 1.5 വർഷം മുൻപാണ് ഇവർ ക്രെഡിറ്റ് കാർഡ് സെയിൽസിനായി ജോലി ചെയ്തിരുന്നത്. ആനിമോളുമായി അടുപ്പം പരിചയമുള്ള തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്താണ് ഇപ്പോൾ ഇവരുടെ മരണത്തെ തുടർന്ന് കസ്റ്റഡിയിലുള്ളത്. നാട്ടിൽ കടക്കാനുള്ള ശ്രമത്തിനിടെ ദുബായ് എയർപോർട്ടിൽ വച്ചാണ് ഇയാൾ പിടിയിലായത്. എയർപോർട്ടിലെ AI ക്യാമറയാണ് കുടുക്കിയത്. ആനിമോളെ താമസ സ്ഥലത്ത് വച്ചാണ് സംഭവത്തിന് ശേഷം ഇയാൾ സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പ്രതിയുടെ കേസുമായി ബന്ധപ്പെട്ടതോ ആയ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തു വിട്ടിട്ടില്ല. ആനിമോളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം അടക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ തുടർ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. തൃശ്ശൂരിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഷീല സണ്ണിയെ വ്യാജ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രനായ ഷീലയുടെ മകന്റെ ഭാര്യയുടെ അനുജത്തിയായ നിവിയയെ വിദേശത്തു നിന്നും തിരക്കി എത്തി പോലീസ്. ദുബായിലുള്ള നിവിയുമായി 3 വട്ടം ബന്ധപ്പെടാനും കീഴടങ്ങാനുള്ള സന്നദ്ധ പ്രകടിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരികെ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മറിച്ചായാൽ കടുത്ത നടപടിയെടുക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. നിവിയയെ തിരികെ എത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായമടക്കം തേടുന്നതിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇരുവരുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. സംഭവത്തിൽ നിവിയയ്ക്കൊപ്പം ആസൂത്രകനായ നാരായണ ദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് സാഹസികമായി പോലീസ് പിടികൂടി. ഷീലയോടുള്ള വിരോധമാണ് ചതിക്ക് പിന്നിലെന്ന് നിവിയാണ് മുഖ്യ ആസൂത്രനെന്നും നാരായണദാസ് പോലീസിന് മൊഴി നൽകി. ഷീലയുടെ മകനടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി എന്നും കൂടുതൽ വിവരങ്ങൾ ഇല്ല എന്നും ഷീല പറഞ്ഞു. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ലഹരി കേസിൽ ഷീല സണ്ണിയെ രക്ഷിച്ചത് സിനിമാ കഥയ്ക്ക് വെല്ലുന്ന ട്വിസ്റ്റാണ്. കേസിന്റെ പല ഘട്ടങ്ങളിലും അവിശ്വസനീയമാണെന്നും തോന്നും വിധം ഭാഗ്യം ഷീല സണ്ണിക്ക് തുണയായി. അവരെ കുടുക്കാനായി യഥാർത്ഥ പ്രതിയെ LSD സാമ്പിൾ തന്നെ വാങ്ങാനാണ് മരുമക്കളെ സഹോദരി ലിവിയയും സുഹൃത്തും നാരായണദാസും തീരുമാനിച്ചിരുന്നത്. ബാംഗ്ലൂരിലുള്ള ആഫ്രിക്കക്കാരിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് വാങ്ങിയത് ഷീലയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. എന്നാൽ 3 മാസത്തിനു ശേഷം കാക്കനാട്ടെ
ലാബിലെ രാസപരിശോധന ഫലം നെഗറ്റീവ് ആയതോടെ ഷീല കേസിൽ നിന്നും കുറ്റവിമുക്ത ആവുകയായിരുന്നു. സത്യത്തിൽ ഒറിജിനലിനെ വെല്ലുന്നതുപോലെയാണ് ആഫ്രിക്കക്കാരൻ ലിവിയയെ പറ്റിക്കുക ആയിരുന്നു. ലിവിയ വാങ്ങിയത് വ്യാജ LSD ആയിരുന്നുവെന്ന് മനസ്സിലായതാണ് പരിശോധനാ ഫലം വന്നതിന് ശേഷമാണ് പ്രതി നാരായണദാസ് പോലീസിന് മൊഴി നൽകിയത്. ഷീലയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എളുപ്പമായിരുന്നില്ല. LIC ശരിയായി സൂക്ഷിച്ചില്ലെങ്കിലും പരിശോധന ഫലം നെഗറ്റീവ് ആയുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നു. ആഫ്രിക്കക്കാരൻ പറ്റിച്ചില്ലെങ്കിൽ പ്രതികളും അശ്രദ്ധയും അറിവില്ലായ്മയും ആകാം ഷീലയ്ക്ക് തുണയായത്. ഷീലയുടെ ഭാഗ്യമായി വേണം കരുതാൻ. മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നുവെങ്കിൽ പരിശോധനാ ഫലത്തിൽ ഇത്തരം മാറ്റം വരാനിടയില്ല. കുറ്റം ചെയ്തിട്ടില്ലെന്ന ഷീലയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിലും ഉണ്ടായിരുന്നു. അത് അവർക്ക് തുണയായി. ഷീല സണ്ണി റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായ D. ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. 3 ദിവസമായി ചോദ്യം ചെയ്തവരെ തുടർന്നാണ് ഷീലയ്ക്ക് മയക്കുമരുന്നുമായി നേരിട്ട് ബന്ധമില്ലെന്നും ആദ്യ ദിവസം തന്നെ ബോധ്യമായിരുന്നു. ഇപ്പോൾ സിവിൽ സർവീസിൽ വിരമിച്ച D. ശ്രീകുമാർ പറഞ്ഞു, ഇക്കാര്യം കേസ് ഡയറിയും രേഖപ്പെടുത്തി. എന്നാൽ ഇതിന് ബലം നൽകുന്ന തെളിവുകളാണ് അന്ന് ലഭിച്ചിരുന്നില്ല. രാസപരിശോധന ഫലം നെഗറ്റീവ് ആയതോടെ ഷീലയെ കുടുക്കിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് വകുപ്പ് ഊർജിതമാക്കി. നെടുമ്പാശ്ശേരി ഐവിൻ ജിജോയുടെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം തുടങ്ങി. എയർപോർട്ട് സൗത്ത് സോൺ ഹെഡ്ക്വാർട്ടേഴ്സ് നേതൃത്വത്തിലാണ് അന്വേഷണം. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ശിവ പാണ്ഡെയും ഇവരോടൊപ്പമുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി DIG നെടുമ്പാശ്ശേരിയിൽ എത്തി കൊച്ചി വിമാനത്താവളത്തിലെ CISF ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. വിശദ അന്വേഷണത്തിന് ശേഷമായിരിക്കും തുടർ നടപടി. കേസിലെ പ്രതികളായ കൊച്ചി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർ വിനയ് കുമാർ ദാസ് 38 വയസ്സ്, കോൺസ്റ്റബിൾ മോഹൻ കുമാർ 31 വയസ്സ് എന്നിവരെ കേസിൽ ഗുരുതരമായ സ്വഭാവം പരിഗണിച്ച് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിനയകുമാർ ദാസ് കുടുംബത്തോടൊപ്പം നെടുമ്പാശ്ശേരിയിലെ ഫ്ളാറ്റിലാണ് താമസം. മോഹൻകുമാർ CISF ക്വാർട്ടേഴ്സിലും. ഡ്യൂട്ടി ക്രമീകരണം സംബന്ധിച്ച് സംസാരിക്കാൻ കാറിൽ കമ്പനിയുടെ കമാൻഡറുടെ വീട്ടിൽ പോയി മടങ്ങു വരുമ്പോഴാണ് സംഭവമെന്ന് ഇരുവരും മൊഴി നൽകിയത്. വിനയകുമാർ ദാസാണ് കാർ ഓടിച്ചിരുന്നത്. ഈ കാർ ഭാര്യയുടെ പേരിലാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഐവിനുമായി തർക്കമുണ്ടായ ശേഷം കാർ തിരിച്ചിട്ട് മോഹൻകുമാറാണ് ഇതെല്ലാം CCTV ദൃശ്യത്തിലൂടെ പോലീസ് കണ്ടെത്തിയത്. സംഭവസ്ഥലത്ത് നിന്ന് ഓടി മറഞ്ഞ മോഹൻകുമാർ പിറ്റേന്ന് രാവിലെ ജോലിയിൽ പ്രവേശിച്ചു. ഇതിന് എങ്ങനെ അനുമതി ലഭിച്ചെന്നും ആരാണ് ഇയാൾക്ക് ഒത്താശ നൽകിയതെന്നും അന്വേഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തുടർന്ന് ഇവർക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവർക്കെതിരെ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുന്നത്. അതിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മറ്റൊരു CISF SIക്കെതിരെയും അന്വേഷണം നടക്കും. സംഭവസ്ഥലത്തുനിന്ന് മുങ്ങിയ ഉദ്യോഗസ്ഥന് പുലർച്ചെ ജോലിക്ക് കയറാനും മറ്റും ഒത്താശ നൽകിയത് ഈ SI ആണെന്ന് ആക്ഷേപം ഉണ്ട്. ഈ SIയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നെടുമ്പാശ്ശേരി CI ആവശ്യപ്പെട്ടിട്ടുണ്ട്.
കൊലപാതകം മറച്ചുവെക്കാൻ ശ്രമം നടത്തിയതിന് തെളിവ് ലഭിച്ചാൽ ഈ എസ്ഐക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കും എന്ന് പറയുന്നു. തിരുവനന്തപുരം കൈമനത്ത് ആളഴിഞ്ഞ പുഴയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കരിമം സ്വദേശി ഷീജയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സുഹൃത്തായ സജികുമാറിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭീഷണി നേരിട്ടിരുന്നു എന്നും ഇതിനാൽ 2 ദിവസമായി ഷീജ ജോലിക്ക് പോകാതെ ഇരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഷീജയുടെ ചിത്രങ്ങൾ കാട്ടിയാണ് സജികുമാർ ഭീഷണിപ്പെടുത്തിയതെന്ന് സൂചന. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ബന്ധു ഇവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷീജയുടേത് ആത്മഹത്യ ആണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഓട്ടോ ഡ്രൈവറായ സജികുമാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തെക്കുറിച്ച് ഷീജയുടെ സഹോദരൻ ഇങ്ങനെയാണ് പറയുന്നത്. രാവിലെയാണ് സംഭവം അറിഞ്ഞത്. സജികുമാർ ഉപദ്രവിച്ചിരുന്നതായി അമ്മയോട് പറഞ്ഞിരുന്നു എന്ന് സഹോദരൻ വെളിപ്പെടുത്തുന്നു. ഷീജയുടെ കയ്യിൽ നിന്നും പല തവണയായി വലിയ തുക ഓട്ടോ ഡ്രൈവറായ സജികുമാർ വാങ്ങിച്ചിരുന്നു എന്നും അറിഞ്ഞിരിക്കുന്നു. ഇത് കാരണം ഷീജ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു. പണ ഇടപാടുകളിൽ ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നും സഹോദരൻ പറയുന്നു. സജികുമാർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് കൈമനത്തെ ഓട്ടോ ഡ്രൈവറാണ് ഇയാൾ. മരണത്തിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്നും സഹോദരൻ ആരോപിക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് ഷീജയുടെ ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. ഉള്ളൂരിലെ രമ ടെക്സ്റ്റൈൽസിലാണ് ഷീജ ജോലി ചെയ്തിരുന്നത്. കൊറോണ സമയത്താണ് ഷീജയും സജികുമാറും തമ്മിൽ അടുപ്പമാകുന്നത്. കൊറോണ സമയങ്ങളിൽ കൈമനത്ത് നിന്നും വീട്ടിലേക്ക് സജികുമാറിന്റെ ഓട്ടോയിലാണ് വന്നിരുന്നത്. ഈ അടുപ്പം വീട്ടുകാർക്ക് പോലും ഇഷ്ടമല്ലായിരുന്നു. സഹോദരൻ പലപ്പോഴും ഷീജയ്ക്ക് താക്കീത് കൊടുത്തിരുന്നു. പക്ഷെ ഷീജ അതൊന്നും കാര്യമാക്കിയില്ല. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നപ്പോഴുള്ള ചിത്രങ്ങൾ സജികുമാറിന്റെ പക്കൽ ഉണ്ട്. ഈ ചിത്രങ്ങൾ കാട്ടിയാണ് ഷീജയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നത്. രമ ടെക്സ്റ്റൈൽസിന് സമീപത്തുള്ള ഹോസ്റ്റലിലാണ് യുവതി താമസിച്ചിരുന്നത്. സജികുമാർ ഷീജയെ കടയിലേക്ക് ഫോണിലും നേരിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. ഇതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷീജ കടയിൽ പോകാതെ ഇരുന്നു. ഷീജയുടെ ചിത്രങ്ങൾ കൈമന ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്ക് എല്ലാം അയച്ചിരുന്നു എന്ന് സജികുമാർ പറഞ്ഞിരുന്നു. തുടർന്ന് പോലീസിനെ സമീപിക്കാൻ ഇരിക്കുകയാണ് ഷീജ ആത്മഹത്യ ചെയ്തത്. കരമന പോലീസാണ് സജികുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത്. മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് ഇയാളുടെ മൊഴിയെടുക്കും. സംഭവം നടന്നതിന് ചുറ്റും നിരവധി വീടുകളുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാർക്കും തന്നെ അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 10ഓടെ നിലവിളി ശബ്ദം കേട്ടെന്നും ഓടിയെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ മൃതദേഹമാണ് കണ്ടതെന്നും ആ പ്രദേശവാസികൾ പറഞ്ഞു. സമീപത്തെ CCTV ക്യാമറകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഷീജയ്ക്ക് 50 വയസ്സും സജികുമാറിന് 32 വയസ്സുമാണ്. തുടർ അന്വേഷണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പുത്തൻകോട്ടയിൽ കാണാതായ 11കാരനെ കണ്ടെത്തി. തൃപ്പൂണിത്തറയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ മാർഗമാണ് കുട്ടി എറണാകുളത്ത് എത്തിയത് എന്നാണ് വിവരം. 6ാം ക്ലാസ്സുകാരനായ കുട്ടിയെ ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത്. അമ്പലത്തിൽ പോകാൻ എന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പോർട്ട് പോലീസ് കേസെടുത്തു. അന്വേഷണം തുടരുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത്.